നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈലും അതേപോലെ ഒരു സിമ്പിൾ മേക്കപ്പാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കടക്കാം. ആദ്യം ഇതുപോലെ കുറച്ച് മുടി എടുക്കുക. എന്നിട്ട് അതിനെ 3ആയിട്ട് പാർട്ടീഷൻ ചെയ്യുക. മെടഞ്ഞ് കെട്ടണ പോലെ കുറച്ച് മുടി ഫ്രണ്ടിൽ നിന്നും എടുക്കുക, കുറച്ച് ബാക്കിൽ നിന്നും എടുത്ത് മെടയുക. ഞാൻ ചെറുതായി ട്വിസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഒരു കറുത്ത റബ്ബർ ബാൻഡ് കൊണ്ട് മുടി കെട്ടിയാൽ നല്ലതാ. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതാട്ടാ ഈ കളർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തേ. പിന്നെ എല്ലാ മുടിയും ഒരു സൈഡിലാക്കുക, എന്നിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതെന്താ മാത്സാ? പാർട്ടീഷൻ ചെയ്യുക. എന്നിട്ട് ഒരു സെക്ഷനിൽ കുറച്ച് മുടി എടുത്തിട്ട് മറ്റേ സെക്ഷനിൽ പിടിക്കുക. അങ്ങനെ മറ്റേ സൈഡിനും ചെയ്യുക, ക്രോസ് പോലെ. എത്രയും കുറച്ച് സ്ട്രാൻഡ്സ് എടുക്കുന്നോ അത്രയും ഭംഗിയായിരിക്കും. ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുക. ഇത് മെസ്സി ആയിട്ടുള്ള ബ്രേഡാണ്, അപ്പോൾ അധികം പെർഫെക്റ്റ് ഒന്നും വേണ്ട. ഇത്തിരി നേരം ആകുമ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചു. അപ്പം നീളം മുടിയുള്ളവരെ സമ്മതിക്കണം. വീണ്ടും കറുത്ത റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടുക. ഇനി നമുക്ക് ഇങ്ങനെ ലൂസാക്കാം. അപ്പോൾ മെസ്സിയായി കിടക്കും ചെയ്യും, നല്ല ഉള്ളു തോന്നിക്കും ചെയ്യും. ഇനി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ലോറിയലിൻ്റെ ഇൻഫാലിബിൾ ഫൗണ്ടേഷൻ കുറച്ചെടുത്ത് കണ്ണിൻ്റെ താഴെ ഇടാം. അതന്നെ ചുറ്റും സ്പ്രെഡ് ചെയ്യാം. അധികം ഇങ്ങനെ ഹെവി ആയിട്ട് ഫൗണ്ടേഷൻ ഇടുന്നെങ്കിൽ പൊതുവേ ഇഷ്ടമല്ല. കുറച്ച് ഇങ്ങനെ ഭാഗങ്ങളായിട്ട് മാത്രമേ ഞാൻ ഇടുള്ളൂ. ആദ്യം വിരലുകൊണ്ട് തന്നെ നന്നായി പാറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു നനഞ്ഞ ബ്ലെൻഡർ, അതായത് സോക്കിംഗ് വെട്ടല്ല കേട്ടോ, പക്ഷേ ലേശം നനവുള്ള ബ്ലെൻഡർ എടുത്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. അങ്ങനെ നെറ്റിയിലും ചെയ്യണം. എന്നിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ട് ഡാബ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഞാൻ ഫേസസിൻ്റെ മാഗ്നറ്റായി കാജലാണ് യൂസ് ചെയ്യുന്നത്. ചെറുതായിട്ട് താഴെ ഒന്ന് വരച്ച് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ മേബലിൻ്റെ ബ്ലഷ് ന്യൂഡ്സ് പാലറ്റിൽ നിന്നും ഈ ഷെയ്ഡാണ് കണ്ണിൻ്റെ മുകളിലായി ഇടുന്നത്. കണ്ണ് കുറച്ച് ബ്രൈറ്റായി തോന്നും. ഇനി മേബലിൻ്റെ ഹൈപ്പർ കേൾ മസ്കാരാണ് ഇടുന്നത്, കണ്ണിൻ്റെ മുകളുടെ അപ്പർ ലാഷസും പിന്നെ താഴെയായിട്ടും. അതേപോലെ തന്നെ മറ്റേ കണ്ണും. എന്നിട്ട് കാജൽ വെച്ച് ടൈറ്റ് ലൈൻ ചെയ്യുക. ഇത് ചെയ്യുന്നത് കാണുമ്പോൾ പേടിയാവും, പക്ഷേ പേടിക്കണ്ട. ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ പതുക്കെ ചെയ്താൽ മതി. പിന്നെ പോരാത്തതിന് നമ്മൾ ഇതിൽ ഐലൈനർ യൂസ് ചെയ്യണില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. കണ്ണ് നല്ല ഡിഫൈൻഡ് ആയിരിക്കും. ഇനി ഒരു ബ്രഷ് വെച്ച് ഇങ്ങനെ ചെറുതായി സ്മഡ്ജ് ചെയ്യുക. ബാക്കി വരുന്നത് ഞാൻ പിരികത്തുമേ വരയ്ക്കാൻ ചെയ്യാറ്. അപ്പോൾ സെപ്പറേറ്റായി ഐബ്രോ പെൻസിലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അതുപോലെ മറ്റേ കണ്ണിലും ഐബ്രോസിലും ചെയ്യാം. ഇനി മേബലിൻ്റെ അതേ പാലറ്റിൽ നിന്നും ഹൈലൈറ്റർ ഇങ്ങനെ യൂസ് ചെയ്യുക. ഇനി ലാക്മേയുടെ കാബർനെറ്റ് കാറ്റഗറി എന്ന ഷെയ്ഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് പാറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇതൊരു ന്യൂഡ് കൈൻഡ് ഓഫ് മേക്കപ്പ് അല്ലേ, അപ്പോൾ അധികം ഡാർക്ക് ആക്കണില്ല. മേക്കപ്പ് ഇട്ട് വന്നപ്പോൾ ഇയറിങ്സ് കുറച്ച് ഓവറായോ എന്നൊരു സംശയം വന്നു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് വേറെ കമ്മലിട്ടു. നിങ്ങൾ പറയണം കേട്ടോ, രണ്ടിൽ നിന്നും ഏതാണ് ഭേദമെന്ന്. നമ്മുടെ ലുക്ക് അങ്ങനെ തന്നെ കംപ്ലീറ്റ് ആണ്, പക്ഷേ ഞാനൊരു പൊട്ടും കൂടി ഇട്ടു.
നിങ്ങളെല്ലാവർക്കും അപ്പോൾ ഈ ലുക്കും പിന്നെ ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നമസ്കാരം.